വെൽക്കം ടു അലാമി കിച്ചൺ. ഇന്ന് നമുക്ക് തൽബിന എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഇതൊരു അറബിക് സ്വീറ്റ് ഡിഷാണ്. ഈ ഒരു ഡിഷ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തെല്ലാം ഉപയോഗിച്ച് വന്നൊരു നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇൻഷാ അല്ലാഹ്. നമ്മൾ ഈ ഒരു തൽബിന ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ബാർലിയും അതുപോലെ തന്നെ തേനും പാലും പിന്നെ ഈത്തപ്പഴം അങ്ങനത്തെ നല്ല ഹെൽത്തി ഐറ്റംസാണ് നമ്മളിതിൽ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ നോമ്പിന് നമുക്ക് ഈ ചൂട് സമയത്തെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് പാല്, പഞ്ചസാര, ബാർലി പൗഡർ, തേന്, ഈത്തപ്പഴം, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി അങ്ങനത്തെ ഡ്രൈ ഫ്രൂട്ട്സ്, പിന്നെ പാല്, ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ ബാർലി പൊടിക്കാത്തതുണ്ടെങ്കിൽ അത് വെള്ളത്തിൽ കുതിർത്തിട്ട് അത് വേണം പാലിലിട്ടിട്ട് വേവിച്ചെടുക്കാൻ. ഇതിപ്പോൾ ഞാൻ എടുത്തത് ബാർലി പൗഡറാണ്. 1/3 കപ്പ് ബാർലി പൗഡറും 1 കപ്പ് വെള്ളത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. 250 ml കപ്പാണ് 1 കപ്പ്. പിന്നെ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവ് നമുക്ക് കുറക്കാം. ഇത് കുറച്ച് കൂടുതലായിരുന്നു മധുരം. കാരണം ഇതിൽ നമ്മൾ ഈത്തപ്പഴവും അതുപോലെ തന്നെ തേനെല്ലാം ചേർക്കുമ്പോൾ മധുരം കൂടി വരും. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടുപ്പിലേക്ക് വെക്കാം. പെട്ടെന്ന് തന്നെ കുറുകി വരും, ബാർലി പൗഡർ ആയതുകൊണ്ട്. അപ്പം കൈവെക്കാണ്ട് നമ്മൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടിയും ചേർത്ത് നല്ലോണം യോജിപ്പിച്ചതിന് ശേഷം ഇതൊന്ന് കുറുക്കിയെടുക്കണം. പാലിലും വെള്ളത്തിലും അതുപോലെ തന്നെ ബാർലി ഒന്ന് വെന്ത് വന്നാൽ ഇതിലേക്ക് വലിയൊരു സ്പൂണിൽ പാൽപ്പൊടി, നമ്മൾ 1/2 കപ്പ് പാല് ബാക്കിയുണ്ട്. അപ്പോൾ ആ ഒരു പാൽ ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് നമുക്ക് ആ ബാർലിൻ്റെ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ആഡ് ചെയ്യാം. നമ്മൾ കലക്കി വെച്ചിട്ടുള്ള പാൽപ്പൊടിൻ്റെ മിക്സ് ഇതിലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഇതിലേക്ക് ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 8 ഈത്തപ്പഴം കുരു കളഞ്ഞ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ്, ഞാൻ ബദാമും അതുപോലെ തന്നെ കിസ്മിസുമാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 2 ഏലക്കായ പൊടിച്ചതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തിളച്ചതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ തൽബിന റെഡിയായി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ ചൂടോട് കൂടി വേണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. ഈ ഒരു അളവിൽ ബാർലി പൗഡർ എടുക്കുമ്പോൾ കുറച്ച് 1/2 കപ്പ് മധുരം വേണ്ട. അപ്പോൾ അതിലും കുറച്ചിട്ട് പഞ്ചസാര എടുത്താൽ മതി. 1/2 കപ്പ് എടുക്കണ്ട, 1/2 കപ്പിലും കുറച്ചിട്ട് മാത്രം പഞ്ചസാര എടുക്കാം. കഴിക്കുന്ന സമയത്ത് തേന് മേലെ വെച്ച് കൊടുത്തിട്ട് വേണം കഴിക്കാൻ. ഇതിലിപ്പോൾ പഞ്ചസാര അവോയ്ഡ് ചെയ്യുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഗാർണിഷിങ്ങിന് വേണ്ടി മേലയിലും കൂടി കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. കഴിക്കുന്ന സമയത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കഴിക്കാം. നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഹെൽത്തി ആയിട്ടുള്ളൊരു സ്വീറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല രീതിയിൽ കാണാം.